ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇത് കാൽ തന്നെ എണിച്ചിട്ട് ബാദൽ തുറന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് വീഡിയോ പിടിച്ച് എനിക്കൊന്ന് കാട്ടാം. ഇന്ന് മഴ എന്തില്ല അല്ലേ, നല്ലൊരു കാലാവസ്ഥ എത്താം. ഇല്ല, മഴയിൽ പുറത്തേക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറേ ആൾ പ്രശ്നത്തിൽ വന്നിട്ട് കേട്ടിട്ടുണ്ട്, നമുക്ക് സുഖമായ എന്തായ അങ്ങനെ എൻ്റെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഞാൻ ചെല്ലുന്നു. ഇപ്പോൾ സുഖമായി എന്ന് പറയാനില്ല, അൽഹംദുലില്ലാഹ് സുഖമായിട്ടുണ്ട്. വീക്കല്ല പോയിന് കുമ്പളത്തെ സെൽഫ് ഡോക്ടറോട് പോയ പിന്നെ അൽഹംദുലില്ലാഹ് കാണുന്നുണ്ട്. ബാക്ക് മേളിലെല്ലാം ചൊപ്പായിനിപ്പോൾ. അത് അലർജിയാണിപ്പോൾ. ഇവിടെ ഇപ്പോഴത്തെ ഡോക്ടറോട് പോകണം ഇൻഷാ അല്ലാഹ്, അലർജിൻ്റെ ഡോക്ടറോട്. എന്തായ എനിക്കറിയുന്നില്ല, കണ്ണ് ഡിസ്റ്റിയാ അലർജിയാ പുതുകുച്ചങ്ങ് മേലെ ഇപ്പോൾ പോയാലേ അത് അപ്പളേ പോയാലേ ഇത് ഇപ്പോൾ മേലല്ല. എനിക്ക് അങ്ങനത്തെ അലർജി അങ്ങനത്തെ എന്താന്ന് അടുപ്പേയില്ല. കുറേ ആളൊന്ന് പൊയ്യ എറിഞ്ഞു ഞാൻ ഒരിക്കൽ വീട് ചോപ്പാന്ന് ഒരിക്കൽ കറക്കുന്നു അങ്ങനത്തെ അവസ്ഥ. അതിൻ്റെ ഞങ്ങൾക്ക് ഇന്ന് വാർഡർ ഉണ്ടായി. മറ്റേ ഞാൻ ഒരു മാസത്തേക്ക് മുമ്പേ ഒത്തത് എന്തായാലും ഒരു 200 ആൾക്ക് ചോറ് പള്ളിക്ക് എന്താ കൊടുക്കാൻ ശരി. അപ്പോൾ ഞാൻ ഒത്തിട്ട് പിന്നെ അത് കൊടുത്തില്ല, ഞാൻ ചതിയല്ലോ. എനിക്ക് സുഖമില്ലായിട്ട് ഞാൻ ഒത്തിട്ട് പിന്നെ ചതി പോലെ ഞാൻ സുഖമില്ലാത്തതോടെ ഇതാക്കുന്നത്. പിന്നെ ഒരു ഹെൽപ്പിൽ ഒരാളെ വെച്ചിന് മാത്രം ആളെ വീഡിയോയിൽ എന്ത് കാട്ടിക്കാലാവും. ആൾക്ക് ഇഷ്ടമില്ല. നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ആക്കുമ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്ന അവർക്ക് ഒരു കൈ പോലും കാണിക്കാൻ പറഞ്ഞു, കൈ പോലും കാണിക്കാൻ കായലാന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഞാൻ തന്നെ എല്ലാ പണിയും എടുക്കുന്നത്. ഹെൽപ്പിന് ആളെ വെച്ചിന്. ഇതെൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന സൗദിയിൽ നിന്ന് കത്തി, എത്ര 12 കത്തി കൊണ്ടുവന്നു. ഇപ്പോൾ ഒറ്റ ഒരു കത്തി ഉള്ളത്. ഇപ്പോൾ കുറേ കൊല്ലത്തെ മുന്നേ 4-5 കൊല്ലത്തെ മുന്നേ എല്ലാം കാണാത്തായിട്ട് ഒന്നുണ്ട്. ഒന്ന് ഇന്നലെ തപ്പുമ്പോൾ കിട്ടി, എല്ലാം ഇല്ല പോയി നീറ്റില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പണീൻ്റെ അടുക്ക് നമ്മളെ ചോറിൻ്റെ പണിയൊന്നായിരുന്നു. മാഞ്ചിൻ്റെ ചാറും മാഞ്ചി ഫ്രൈയും ഞാനിപ്പോൾ ഇതിലിട്ട് നിർത്തിയിട്ട് വെച്ചിന് കുറച്ച് നാൾക്ക്. എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് കുറേ ഓട്സ് എടുത്തിട്ട് 2 വലിയ ബോക്സ് ഓട്സ് എടുത്തിട്ട്, വലിയ ഡബ്ബ. അതിനെ പിന്നെ കൂടെ ഫാത്തിമ എന്ത് തിന്നതിനേ ഇല്ല, അവൾക്ക് തിന്ന ഇഷ്ടമല്ല. ഒരു തിന്നു. അതോടെ വെഴുക്കായിട്ട് പോകുന്നു. അതിന് ഞാൻ എന്തൊക്കെ അത് തീർക്കാനായിട്ട് ഇപ്പോൾ ഓട്സിനെ തിന്നാണ്. ഓട്സും മീൻ്റെ കറി മീൻ ഫ്രൈയും കൂട്ടി ചൊറിക്കും. എൻ്റെ ചൊറിപ്പം അത് ഇലമിലിട്ട് അതല്ല വയ്ക്കുന്നത്. ഇപ്പം അത് തിന്നായില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പണിയൊന്നും എടുക്കുന്നുണ്ട്, നമ്മൾ ഹെൽപ്പറും ഉണ്ട്. $25 കിലോ അരി, 18 കിലോ ബീഫ്, പിന്നെ ഉള്ളി 15 കിലോ, 3/4 കിലോ വെള്ളുള്ളി, പിന്നെ 1/2 കിലോ ഇഞ്ചി, പച്ചമുളക് 1 kg, പിന്നെ പൊടിയെല്ലാം പൊടിയാക്കിയിട്ട് ഞാൻ വെച്ച്. കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല പൗഡർ അത് മുന്നത്തെ ഉണ്ടായി. പിന്നെ പെരിഞ്ചീരകല്ലേ അതെല്ലാം പൊടിയാക്കിയിട്ട് വെച്ച്. ഞമ്മ എത്ര ആളുണ്ടാവും അവർക്കെല്ലാം ആക്കിയിട്ട് കൊടുത്തെങ്കിൽ അവർക്ക് സന്തോഷമാണ്. പിന്നെ അവർ നമുക്ക് ഹെൽപ്പാക്കാൻ അതിനെ വെക്കാൻ ഞാനേ പോയി. അത് വെച്ച പിന്നെ ജോറായി, അത് ബീഫല്ലേ ജോറായി. എന്തെന്നറിയില്ല, ഞാൻ തിന്നിട്ടെങ്കിൽ ഇവിടെ ഇല്ല, എന്തെന്നറിയില്ല ബേക്ക് ജാസ്തി ആയത്. പിന്നെ ഞാൻ ഒത്തോണ്ട് ആക്കിയത്. ഈ സുഖമില്ലാത്തപ്പോൾ ഒത്തെങ്കിൽ ഇത് കഷ്ടമാണ്. ഇപ്പോൾ മന്തിൻ്റെയും മരുന്നിൻ്റെയും എല്ലാം ഓർഡറുണ്ട്. ആക്കുന്നങ്ങനെ അവർക്ക് അർജൻറ്റ് വേണം പറയുന്നു, മന്തി വേണം പറഞ്ഞുകൊണ്ടുണ്ട്. എന്താക്കുക ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ചങ്ക് കുബറ ഇപ്പോൾ വരുന്നേ ഇല്ല, അവളെ മോൻ വന്നിട്ടുണ്ട്. അവൾ വരാത്ത നമുക്കൊരു രസമാണ്. എന്തായാലും എപ്പോഴും വന്നോണ്ട് നമ്മളിവിടെ നിന്നോണ്ടും പാർത്തോണ്ടും എല്ലാം ഉള്ളതല്ലേ, മിസ്സാന്ന് കുബറാന്ന്. എന്തായാലും അവളുണ്ട് നല്ലതാണ്. ഒരു ചിക്കൻ ഒരു മുത്തുമണി തന്നെ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ നമുക്ക് ഭാഗ്യം വേണം, അറിയാം. അത്ര നല്ലൊരു മനസ്സത്യമാവും. പിന്നെ എനിക്കിപ്പോൾ എത്രയോ ആയിരക്കണക്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. 3 ഗ്രൂപ്പുണ്ട് എനിക്ക് ഫ്രണ്ട്സ് മാറാം. ഞാൻ ഗ്രൂപ്പിൽ പോകാൻ എനിക്ക് ടൈമേ ഇല്ല. പിന്നെ
അത്ര ഒരു നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് ഫ്രണ്ട്സ് വേണം, നമ്മളെ മനസ്സിലാക്കുന്ന. നമ്മൾ പൈസ പൊന്നും സ്വത്ത് മുതൽ ചന്തം ചേര് എന്ത് നോക്കാൻ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മ ചങ്കായിട്ട് ഔറ നമ്മ അതിനെങ്കാട്ടി കൂടുതൽ നമ്മ സ്നേഹിക്കണം. അത് നമുക്ക് ഫ്രണ്ട് നിലെങ്കിൽ അങ്ങനത്തത് പൈസ നോക്കാൻ പറ്റാല, അവർ ചന്ത നോക്കാൻ പറ്റാല. എന്ത് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾ വേണം. നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്നതായിട്ട് അപ്പുറം നമ്മളെ മനസ്സിലാക്കുന്ന ആൾ, നമ്മൾ എങ്ങനത്തെ ആളെന്ന് അവർ നമ്മളെ മനസ്സിലാക്കണം. ആളെ നമ്മൾ സ്നേഹിക്കണം. അല്ലാത്ത കിട്ടിയവരല്ലേ നമ്മൾ സ്നേഹിച്ചെങ്കിൽ ഒരു ഫലവും ഇല്ല. എന്തായാലും അതെന്ത് അവർ നമ്മളെ മനസ്സിലാക്കാത്ത, അവർ നമ്മളെ, അത് ഞാൻ പറയുന്നില്ല എന്തെന്നായിട്ട്, എനിക്കേ പറയാൻ അറിയുന്നില്ല എന്തെന്നായിട്ട്. അങ്ങനെ മസാല എല്ലാം റെഡിയായി. ബീഫിൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ബീഫ് എല്ലാവരും മേങ്ങിയവരെല്ലാം പള്ളിയിൽ നിന്ന് മേങ്ങിയവരെല്ലാം എന്നോട് എനിക്കറിയുന്നവരോ എല്ലാം നല്ലതായിട്ടുണ്ട്, നീയാ ഉണ്ടാക്കിയ നല്ല ആയിട്ടുണ്ട്, നല്ല ഉണ്ട്. അതിൻ്റെ മുന്നത്തെ മാസത്തെ നല്ല ഇല്ല, ഈ മാസത്തെ നല്ലോണം ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ സീറിന് അങ്ങനെ ഇങ്ങനെ. പിന്നെ കൊടുത്ത പെണ്ണുങ്ങൾക്കും 15 എക്സ്ട്രാ കൊടുത്തിന്, പള്ളിക്ക് വേറെ തന്നെ. പിന്നെ അയിമ്മേൻ്റെ കയ്യിൽ 15 പറഞ്ഞു. അയിമ്മ മോനെ എല്ലാവർക്കും കൊടുത്തവരെല്ലാം നല്ലൊരു അഭിപ്രായം തന്നെ പറഞ്ഞാൽ മാഷാ അല്ലാഹ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. നല്ല അൽഹംദുലില്ലാഹ്. നമുക്കും സന്തോഷമായി, അവർക്കും സന്തോഷമായി. അങ്ങനെ ഇത് 3 പ്രാവശ്യമായിട്ട് ഞാൻ വെച്ചത്. 25 കിലോയിൽ. പിന്നെ എനിക്ക് വലിയ ചട്ടിയില്ല, 10 kg 2 ചട്ടി ഉള്ളത്. അങ്ങനെ 10 കിലോ 2 ആക്കിയിട്ട് വെച്ച് 5 വേറെ ആക്കിയിട്ട് വെച്ച് എല്ലാം ആയി കൊടുത്തു. അങ്ങനെ മാഷാ അല്ലാഹ് എല്ലാം കൊടുത്തു. പിന്നെ ഞാൻ ഇത് 1 മാസത്തേക്ക് മുന്നേ എന്നെ ഒത്തോണ്ട് കൊടുത്തില്ല, അങ്ങനെ ഈ സുഖമില്ലാത്തതോടൊന്ന് കൊടുക്കാനാണ്. പിന്നെ ഇങ്ങനത്തെ അലർജി എന്താണ് ഒരിക്കലായിട്ടുണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഈ അലർജി ഞാൻ അനുഭവിക്കുന്നത്. പിന്നെ ഇതിന് മുന്നേ എന്താണ് അലർജി എന്തില്ല. അങ്ങനെ ഇതെല്ലാം ദമ്മിട്ട് 2 വലിയ ചട്ടിയിലുള്ളതും 1 ചെറിയ ചട്ടിയിലുള്ളതും എല്ലാം ദമ്മിട്ടിട്ട് വെച്ച് ഇച്ചിരി വിളമ്പിയിട്ട് കൊടുക്കുമ്പോൾ മക്കളെ കഷ്ടം ഇല്ല. ഞാൻ ദമ്മിട്ടിട്ടല്ലേ കൊടുക്കുന്നത്. ഇത് വിളമ്പിയിട്ട് എല്ലാം പാക്കറ്റ് ആക്കണ്ടേ, എല്ലാം കവറിലിട്ട് നിറക്കണ്ടേ. അത് കഷ്ടമില്ല. നമുക്ക് എന്ത് പണിയില്ല. ബിരിയാണി ആക്കി ദമ്മിട്ടിട്ട് കൊടുത്തവർക്ക് അവർ റിക്ഷ കൊണ്ട് വരും, അങ്ങനെ കൊടുത്തങ്ങായി. ഇത് ഞമ്മ ഇതിനെ വിളമ്പണോ, ഇത് കവറിൽ നിറക്കണോ, എല്ലാം ഇഷ്ടമാണ്. മാഷാ അല്ലാഹ് എല്ലാം പണിയായി. ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ആക്കുവാൻ കഴിയുമെന്നിട്ട്. ഇത്ര ഹെൽപ്പിന് ആളുണ്ടാവും നമ്മൾ കൂടിയില്ല നേരാവല്ലേ. നമ്മളെ ഫുഡല്ലേ, നമ്മളല്ലേ പേര് എടുക്കാന്ന്. നമ്മൾ ഫുഡാക്കാൻ അവരെ വിളിക്കാനില്ല അല്ലേ, നമുക്ക് ഹെൽപ്പാക്കാൻ മാത്രം. എല്ലാം നിറച്ചിട്ട് കൊടുത്തു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓർഡർ എനിക്ക് കിട്ടും. ഇങ്ങനെ പള്ളിക്കല്ല കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓർഡർ കിട്ടും. ആർക്കെങ്കിലും വേണം, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാ ഫുഡ് എൻ്റെ ഉണ്ടാവും. ബിരിയാണി, മന്തി, നെയ്ച്ചോറ്, ഏത് കറി ഐറ്റംസ് കറി വേണമെങ്കിൽ, കേക്ക്, പുഡിങ് എല്ലാം ഉണ്ട്. ഒന്നുമില്ല എന്ന് പറയാനില്ല. എല്ലാ ഫുഡ് ഐറ്റംസ് എൻ്റെ ഉണ്ട്. ആർക്കും വേണമെന്ന് പറയാം. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. ഓക്കേ.